എന്റെ പേര് സൗബൻ. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, നബിദിന ആഘോഷം വിദഅത്താണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫൈസൽ മൗലവി പല വേദികളായി ഉദ്ധരിക്കുന്ന ഈ ഉദ്ധരണിയുണ്ട്. ഈ കഴിഞ്ഞ ചെറുവാടി മുഖാമുഖത്തിൽ പോലും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഉദ്ധരണിയാണ് അദ്ദേഹം ഇവിടെ ഉദ്ധരിക്കുന്നത്. മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ യറഹാ ഹസന ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ബിദഅത്തായ ഒരു പ്രവർത്തനം കൊണ്ടുവരികയും അത് ഹസനായി കാണുകയും ചെയ്താൽ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലയിൽ വഞ്ചന നടത്തി എന്ന് പറയുന്ന ഒരു ഉദ്ധരണിയാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. നമുക്കറിയാം മാലിക് റഹിമഹുല്ലാഹ് ഒരുപാട് കിതാബുണ്ട്, മുഅത്ത, മുദവ്വൻ, അങ്ങനെ ഒരുപാട് കിതാബ്. ഇതിന്റെ ആദ്യത്തെ ചോദ്യം, മാലിക് റഹിമഹുല്ലാഹ് ഈ ഉദ്ധരണി ഏത് കിതാബിലാണ് പറഞ്ഞത്? നോക്കി പറയാം ഏത് കിതാബിലാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കണം. നോക്കി പറയാം. നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ളതാണ്, അറിയാതെ അറിയില്ല. നോക്കി പറയാം, നോക്കി പറയുന്നത്. ആ ചോദ്യം മറുപടി വന്നിട്ട് അടുത്ത ചോദ്യം കൊടുക്കും. അടുത്ത സുഹൃത്തുക്കളുടെ ഒരവസ്ഥ മുഖാമുഖത്തിന് വന്നതാണ് ഒരു കൂട്ടർ. നാടായ നാട് മുഴുവൻ പറയുന്ന ഒരു വചനമാണ് മാലിക് ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാടുകൾ മുഴുവൻ കൊട്ടിഘോഷിച്ച് നടക്കുന്ന ഒരു വചനം. ഇത് എവിടെയാണ് പറഞ്ഞതെന്ന് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇവർക്ക് അറിയില്ല ഇത് എവിടെയാണ് പറഞ്ഞതെന്ന്. ഇത് മാലിക് ഇമാം പറഞ്ഞതാണോ, എവിടെയാണ് പറഞ്ഞത്, ഏത് കിതാബിലാണ് പറഞ്ഞത്, ഇതൊന്നും നോക്കാതെ എവിടുന്നോ കേട്ട ഒരു തുണ്ടെടുത്തുകൊണ്ട് നബിദിന ആഘോഷത്തിന് എതിരെ കവലാന്തരം പ്രസംഗിക്കാം. ഇതാണ് മുജാഹിദുകളുടെ അവസ്ഥ. അത് എവിടെ നോക്കിയിട്ട് പറയാം. അങ്ങനെ പിന്നെ കണ്ടത് ഇത് മലപ്പുറത്ത് നടന്ന മുഖാമുഖം മുഴുവൻ സ്റ്റേജിൽ മുഴുവൻ ആളുകളും തരിക. എന്താ തരയുന്നത്? ഈ സ്റ്റേജുകളിലൊക്കെ ഇയാൾ പാടി നടക്കുന്ന ഒരു വചനവാക്യാണത്. ഇത് തരിക, കമ്പ്യൂട്ടറിൽ തരിക, ഫോണിൽ തരിക, ചിലവർ ഫോൺ വിളിച്ച് ചോദിക്കുക. ഇവിടുന്ന് യാതൊരു കൊടുത്തില്ല. ലാസ്റ്റ് ഇയാൾ പറഞ്ഞൊരു മറുപടി ഉണ്ട്, വളരെ നിസ്സഹായരായി, വളരെ എല്ലാ അർത്ഥത്തിലും ഉത്തരം കൂട്ടിയിട്ട്. അത് മാലിക് ഇമാം എവിടെയും കിതാബിലൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ആരോ പറഞ്ഞു, മാലിക് ഇമാം പറഞ്ഞു എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. മാലിക് ഇമാം പറഞ്ഞു എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. മാലിക് ഇമാമിൻ്റെ ഒരു കിതാബിലും ഇല്ല. എന്നിട്ടാണ് ഇത് മാലിക് ഇമാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അതും ഈ കാലം വരെ മാലിക് ഇമാം അത് പറഞ്ഞിട്ടില്ല എന്നുള്ള വിഷയം ഇവരറിയണില്ല. ഇന്നലെ മുഖാമുഖത്തിൽ കുട്ടികൾ ചോദ്യം ചോദിച്ചപ്പോഴാണ് കണ്ടത്. എന്നിട്ട് സകല ഓഫീസുകളിലും വിളിച്ചല്ലാത്ത ഓഫീസുകളില്ലാതാണ്, ജിന്നിൻ്റെ എല്ലാ ഓഫീസുകളിലേക്കും വിളി ചെന്ന്. എന്നിട്ട് അത് പറഞ്ഞപ്പോൾ ഈ കുട്ടികൾ എന്ത് ചെയ്തു അറിയോ, അതിൻ്റെ സനത്തിമേലൊക്കെ പിടിച്ചപ്പോൾ ഇയാൾ പറയും, ഫൈസൽ മൗലവി അവസാനം പറയാം, ഒരുപാട് ചിരിച്ച് പടുത്തിട്ടോ. അവസാനം പറയാം, ഇനി അതങ്ങോട്ട് ഇല്ലാന്ന് കരുതിക്കോളി നിങ്ങൾ, ഞാൻ നബിദിന ആഘോഷം പറ്റുമോ? അതാണ്ട് ആ ഹദീസ്, ആ സംഭവം ഉദ്ധരണി ഇല്ലാതെ വെച്ചോളി, എന്നാലും നബിദിനാഘോഷം പറ്റുമോ? അവസാനം ഗതി കെട്ടിട്ട് ഒരു മൗലവി ചോദിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. ഇതുകൊണ്ടാണ് ഇങ്ങനെ കവലാന്തരം നടക്കുന്നത്. ഇത്തരം ചീട്ടുകൾ കൊണ്ട്, മുജാഹിദ് ഓഫീസിൽ നിന്ന് കൊടുത്ത് ചീട്ടുകൾ കൊണ്ട് നടന്നത്. ഇതൊക്കെ സുന്നികളുടെ കുട്ടികളെ മുന്നിലേക്ക്, ആൺകുട്ടികളെ മുന്നിലേക്ക് വരുമ്പോൾ കൊടുങ്ങൂലേ? ഇതാണ് അവസ്ഥ. ഇതാണ് ഇവർ സമ്പാദത്തിൽ വരുമ്പോൾ ഇത്തരം ആയത്തുകളോ ഹദീസുകളോ ഒന്നും കാണൂലല്ലോ. ഈ കവലയിൽ പ്രസംഗിക്കുന്ന ഹദീസും ആയത്തൊന്നും സമ്പാദത്തിൽ നേരിട്ട് വരുമ്പോൾ കാണൂല. അതൊക്കെ പോയിട്ടുണ്ടാവും. ഇതാണ് ഇവരുടെ അവസ്ഥ.